ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഫർ വീഡിയോ ആണ്. നമ്മൾ എല്ലാ മാസവും മന്ത് എൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ മാസം മന്ത് എൻഡ് സെയിലാണ്. 30% ഓഫാണ് നമ്മൾ എല്ലാത്തിലും ചെയ്തേക്കുന്നത് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാം 30% ഓഫറിലാണ് കാണാൻ പോകുന്നത്. വേഗം വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ഒരുപാട് ഇരുണ്ട ബ്ലൂ അല്ല, നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല സെറ്റാണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ ഒരു ഗ്രീനിന്റെ പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. അതുപോലെ തന്നെ സീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ സെയിം മെറ്റീരിയലും സെയിം കളറിലും തന്നെ വരുന്നു. നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു ബോർഡർ. സ്കാലപ്പ് ഫിനിഷിംഗ് രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ഇതുപോലെ ബോഡിയിലേക്കും പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് 985 ഇതെല്ലാം നമ്മൾ 30% ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് ഒറിജിനൽ പ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പ്രൈസ് പറഞ്ഞു പോയില്ലെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന്റെ ഒറിജിനൽ പ്രൈസ് ഉണ്ടാവും. അതിന്റെ 30% ആണ് ഓഫർ വരുന്നത്. അപ്പം നമുക്കിതിന് വേഗം അടുത്ത സെറ്റുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ്. നല്ലൊരു പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെല്ലാം ഒരു ഗോൾഡൻ കളർ ഡോട്ട്സ് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഡോട്ട്സ് ഫ്രണ്ട് സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ സാൻഡ് ടോണാണ് ഫാബ്രിക് വരുന്നത്. ഷോള് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോള്. ഇതെല്ലാം ജെറിയിൽ വരുന്ന വർക്കാണ് കേട്ടോ. ഇത് ഫുള്ള് രണ്ട് സൈഡും സ്കാലപ്പ് ഫിനിഷിംഗ് കൂടി വരുന്നു. അതുപോലെ തന്നെ ഫുൾ ജെറി വർക്കാണ് വരുന്നത്. നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന വർക്ക്. നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. 740 ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഗോൾഡൻ കളറിന്റെ ഒരു ചെറിയ വർക്കാണ് നെക്ക് ലൈനിലേക്ക് ചെയ്തേക്കുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ആ ഒരു ചെറിയ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിലേക്കും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ചെറിയ വർക്കുകൾ കൊടുക്കുന്നുണ്ട്. ജോർജറ്റ് തന്നെയാണ് ഷോളിന്റെയും ഫാബ്രിക് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നെക്ക് ലൈനിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡിന്റെയും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട്. തീർത്തും സിമ്പിൾ അല്ല, എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് ക്രേപ്പ് ഫാബ്രിക്കിലാണ്. ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ. ഷോള് വരുന്നത് ഇതുപോലെ. മെറ്റീരിയൽ സെയിം ആണ്, കളറും സെയിം ആണ്. ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ ഇതിലേക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്കാറ്റേഡ് ആയിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നുണ്ട്, ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാൻറ്റൂൺ ബോട്ടം ആണ് വരുന്നത്. ക്രേപ്പ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ നിറയെ ഷിഫ്ലി വർക്കുമായിട്ട് വരുന്ന സെറ്റുകളാണ്. അതിനകത്ത് തന്നെ നെക്ക് ലൈനിലേക്കും ചെസ്റ്റ് പോർഷനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കും നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ഒരു സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ കളർ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ല അത്യാവശ്യം ഹെവി ആയിട്ടൊരു വർക്കും അതിലേക്ക് വരുന്നുണ്ട്. ദാമനിലേക്കൊക്കെ ചെറിയൊരു പടി കൊടുത്തിട്ട് അതിലേക്കും ആ ഒരു സ്കാലപ്പ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അത് വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ മിറർ വർക്ക്, മൾട്ടി കളർ കോമ്പിനേഷനിൽ മിറർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഷോളാണ് വരുന്നത്. സൈഡ്സ് എല്ലാം ഒരു ലേസ് വെച്ചിട്ടുള്ള ഫിനിഷിങ് വരുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് തന്നെ വരുന്നത്. ക്രേപ്പ് ആണ് ഫാബ്രിക് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് കേട്ടോ. നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ സിൽക്കി കോട്ട ഫാബ്രിക്. നമുക്ക് വാഷബിൾ ആണ്, ഡെയിലി വെയറിട്ടെല്ലാം ഉപയോഗിക്കാം. ഇതുപോലെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. സെന്റർ പോർഷൻ ഇതുപോലെ, മിഡിൽ പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ താഴേക്ക് വരും. ഹെവി ആയിട്ട് തന്നെ കൊടുക്കുന്നു. രണ്ട് സൈഡിലേക്കും ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ്സിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. രണ്ട് സൈഡിലേക്കും കുറച്ച് സ്കാറ്റേഡ് ആയിട്ടും മിഡിൽ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഷോളാണെങ്കിൽ നിങ്ങൾ കണ്ടോ എന്ത് ഹെവി ആയിട്ടാണ് ഷോള് വരുന്നതെന്ന് കണ്ടോ. കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് ഷോള് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് അതിലേക്കും ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ്സിലേക്കെല്ലാം ഒരു ലേസിന്റെ ഫിനിഷിങ്ങും കൂടെ വരുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ബാക്കി എല്ലാം സെയിം ആണ്. സെന്ററിലേക്ക് ഹെവി ആയിട്ടും സ്കാറ്റേഡ് ആയിട്ട് സൈഡിലേക്കും വരുന്നു. നല്ലൊരു
ക്രോഷ്യോ ലേസിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. പ്രൈസ് എല്ലാം അതിൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഷോള് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്. അതുപോലെ ഫുള്ളായിട്ടും ചെസ്റ്റ് പോർഷനിലേക്ക് ഷോൾഡറിൽ നിന്ന് കയറിയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. വേറെ സ്വീക്കൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ. ഷോൾ വരുന്നത് ഇതുപോലെ ഒക്ലാവരി വർക്കിന്റെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ തിരിഞ്ഞുപോയി. ഇങ്ങനെയാണ്. രണ്ട് സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു പാറ്റേണും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സിൽക്കി ഫിനിഷിംഗിൽ വന്ന ചെറിയൊരു ക്രഷ്നെസ്സും കൂടെ ഉള്ള ഒരു ഫാബ്രിക്. നല്ലൊരു ഫ്ലോയി ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അത് യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ട് വർക്കും അതുപോലെ തന്നെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കുമാണ് വന്നേക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ നമുക്ക് പറയാം. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇങ്ങനെയാണ്. ലൈറ്റ് ഗ്രീനിന്റെ തന്നെ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെ എൻഡിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ ഓൾ ഓവർ വരുന്നുണ്ട്. എൻഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഇതുപോലെ സെൽഫ് ത്രെഡും അതുപോലെ സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതാണ്. ഇങ്ങനെ. അടുത്തത് നോക്കാം. വരുന്ന സെമി സിൽക്കാണ്. ഫാബ്രിക് ഒരു നല്ലൊരു വൈൻ ഷെയ്ഡിലേക്ക് വരുന്നു. അതിലേക്ക് ഇതുപോലെ ഒരു പീച്ച് ഓറഞ്ച് കളറിന്റെ, പീച്ച് അല്ല ഒരു ഓറഞ്ച് കളറിന്റെ കോമ്പിനേഷനും വൈറ്റും ഒക്കെ വന്നിട്ടുള്ള ചുങ്കിടി പ്രിന്റുകളാണ് വരുന്നത്. ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് സെയിം പ്രിന്റുകൾ തന്നെ വരുന്നു. ഷോൾ വരുന്ന ആ രണ്ട് കളറിന്റെ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ. മിഡിലേക്ക് ആ ഒരു ഓറഞ്ച് കളറും ഷോളിന്റെ രണ്ട് എൻഡിലേക്കും ആ ഒരു വൈൻ ഷെയ്ഡും വരുന്നുണ്ട്. ബോട്ടം വരുന്നതും ഓറഞ്ച് കളറിൽ തന്നെ ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക്. സെമി സിൽക്ക് എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ നല്ലപോലെ ഒതുങ്ങി നല്ല രസമായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. പ്ലെയിൻ ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത്. സെൻറ്ററിൽ ഇതുപോലെ സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാറ്റേണിലേക്ക് തന്നെ നമുക്ക് ഷോളും വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡും സെയിം തന്നെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെയാണ്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ഷോള് കാണാനായിട്ട് നമുക്ക് വേറെ സെറ്റിൻ്റെ കൂടെയൊക്കെ പ്ലെയിൻ സെറ്റിനോടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഷോളാണ്. ഫുള്ളായിട്ടും ഇതുപോലെ അജ്രക് പ്രിന്റുകളാണ് വരുന്നത്. ഷോൾ എൻഡിലേക്ക് ഇതുപോലെ പ്രിന്റുകൾ വരുന്നു. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ്. ഇതുപോലെ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ അതിലേക്ക് പ്രിന്റുകളായിട്ട് പോകുന്നത്. രണ്ട് സൈഡും സെയിം പ്രിന്റുകൾ തന്നെ വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. സൈഡ്സിലേക്ക് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. എൻഡിലേക്ക് താമിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ. ഷോള് വരുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ തന്നെ വരുന്നു. ആ ബോൾസ് ഇങ്ങനെ എല്ലായിടത്തേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. 4 സൈഡ്സിലേക്കും ആ ബോൾസ് വരുന്നുണ്ട്. ഇതുപോലെ കോർണേഴ്സിൽ മാത്രം ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് വൈറ്റ് ആണ്. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ഇല്ല, കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിന്റെ പ്രിന്റുകൾ പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ സെമി ടസർ ആണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ കോപ്പർ ജെറി വീവിംഗ് ആണ്. ഇതുപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലേക്ക് പോകുന്നു. ഇങ്ങനെ സിമ്പിൾ ആൻഡ് വെരി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഷോള് വരുന്നത് ഇങ്ങനെ. മെറ്റീരിയൽ ഷോളിന്റെ സെമി ടസർ തന്നെയാണ്. അതിലേക്കൊരു സെൽഫായിട്ടുള്ള ഒരു ത്രെഡിന്റെ വീവിംഗ് പോയിട്ട് അതിലേക്ക് സ്വീക്കൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷോൾ എൻഡിലേക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് തിക്കായിട്ട് ചെയ്തേക്കുന്ന സ്വീക്കൻസ് വർക്കാണ് വരുന്നത്. ബോട്ടം വരുന്നതും ആ ഒരു സെയിം മെറ്റീരിയലിലേക്ക് തന്നെ പ്ലെയിൻ ആയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു ഗോൾഡൻ ടിഷ്യൂവിന്റെ വീവിംഗ് കൂടെ അതിലേക്ക് വരുന്നുണ്ട്. ക്രീം കളറിന്റെ കൂടെ നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ബോട്ടവും ആ ഒരു ക്രീം കളറിലേക്ക് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. സൈഡിലേക്ക് ആ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെ വരുന്നു. എൻഡിലേക്ക് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ആണല്ലോ ഒരു ഷിമ്മർ ഫാബ്രിക്കാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഉപയോഗിക്കാനുള്ള ഇട്ടാലാണെങ്കിൽ നല്ലൊരു ഒതുങ്ങി കിടന്നോളും. നല്ലൊരു എന്താ പറയുക, ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ. നല്ല ഭംഗിയാണ് കാണുന്നത്. യോക്കിലേക്ക് ഇതുപോലെ ത്രെഡിന്റെയും അതുപോലെ തന്നെ സ്വീക്കൻസിന്റെയും വർക്ക് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫ്രണ്ട് പോർഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. അതിന്റെ ഷോള് നല്ല രസമാണ് കേട്ടോ. ഇതുണ്ടോ, ഷോളിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷോള്. ഇതിൻ്റെയും കോർണറിലേക്ക് മാത്രം ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1260. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത്.
നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ പ്രൈസ് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. അതിൻ്റെ 30% ആണ് ഓഫർ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ റിട്ടേണോ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാത്തിലും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും, 1-2 പീസസ് ആയിരിക്കും എല്ലാത്തിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാം. ഡാലിയ കളക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.